ആർട്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്നൊരു സ്റ്റെൻസിൽ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ ഇതൊരു സീസറിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബേസ് കോട്ടായിട്ട് അക്രലിക് വൈറ്റ് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ബോട്ടിലോട്ട് 2 കോട്ട് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരച്ചെടുക്കാം. ഞാൻ വരക്കുന്നത് മറ്റാരെയല്ല, നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം നടൻ സന്തോഷ്കീഴാറ്റൂർ സാറിനെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സിനിമാ രംഗത്തായാലും നാടകരംഗത്തായാലും ഒത്തിരി ശ്രദ്ധേയനായ ഒരു നടനാണ്. പുലിമുരുകൻ എന്ന ഫിലിമിലെ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഏത് ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഗൂഗിൾ ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റെൻസിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഫോട്ടോയും സ്റ്റെൻസിലാക്കി എടുക്കാൻ പറ്റുന്ന ഒത്തിരി ആപ്പ് അവൈലബിൾ ആണ്. ഞാൻ FX സ്റ്റെൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വഴിയാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ പിക്ചർ നമുക്കൊരു പേപ്പറിലോട്ടൊന്ന് വരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതാ ഒരു നോർമൽ നോട്ട്ബുക്ക് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ബോട്ടിലിൻ്റെ സൈസ് ഇതിലൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മളെടുത്ത ബോട്ടിലിനേക്കാളും വലുതായി പോകരുത് വരച്ചെടുക്കുന്നത്. അതിനുശേഷം മുടിയുടെ ഭാഗം, നെറ്റിയുടെ ഭാഗം, കണ്ണിൻ്റെ ഭാഗം, ലിപ്പിൻ്റെ ഭാഗം, കഴുത്തിൻ്റെ ഭാഗമൊക്കെ വരുന്ന ആ ഒരു അളവ് നോക്കിയിട്ട് ഞാനൊരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. വരക്കാൻ പ്രത്യേകിച്ച് പഠിക്കാത്തത് കാരണം പോർട്രേറ്റിൻ്റെ അളവ് എങ്ങനെ എടുത്ത് വരക്കേണ്ടതൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു കംഫർട്ടബിളിനനുസരിച്ച് ഞാൻ ലൈൻ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ കണ്ണിൻ്റെ ഭാഗം തൊട്ടൊന്ന് വരച്ചെടുക്കുവാണേ. ഞാനിത് 2-3 തവണ വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കിത് അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പെർഫെക്ഷനോടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന ചൊവ്വ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ കൾച്ചറൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ ഇദ്ദേഹം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അമ്മ പറഞ്ഞപ്പോൾ സെക്രട്ടറിയുടെ ഒക്കെ ഭാഗത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും സപ്പോർട്ടീവായ ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ ഏതൊരു വർക്കും നമുക്ക് ഈസിയായി അല്ലെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വരച്ചത് ഫേസിൻ്റെ ഭാഗമൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷായിട്ടുണ്ട്. നെക്ക് പോർഷനാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഞാനിതാ അദ്ദേഹത്തിൻ്റെ ഫേസ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെൻസിലാർട്ട് ആയതുകൊണ്ട് വരക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. പക്ഷേ എങ്കിലും ഓരോ ചെറിയ ചെറിയ ലൈനിന് പോലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ വരച്ചെടുക്കാൻ. എങ്കിലേ നമുക്ക് ആ ഒരു ആക്ച്വൽ ഫേസിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ആ പേപ്പറിൽ വരച്ചത് ബോട്ടിലോട്ടൊന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോട്ടിലോട്ട് കോപ്പി ചെയ്യുമ്പോഴും ഓരോ ചെറിയ ചെറിയ വരകൾ പോലും വിട്ടുപോകാതെ ശ്രദ്ധിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കാം. ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല, സ്റ്റെൻസിൽ ആർട്ടാണ്. ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പെയിൻറ് ചെയ്യുന്ന സമയത്ത് ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ സ്ക്രാച്ച് വീഴാതിരിക്കാൻ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ബോട്ടിൽ വെച്ചത്. പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റെഫറൻസ് ഇമേജ് നോക്കിയിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ നേരത്തെ വരക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓരോ ഭാഗവും വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുക. കണ്ണിൻ്റെ ഭാഗമൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഭാഗം കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ തീരെ വരക്കാൻ അറിയാത്ത ഒരാളാണ്, പക്ഷെ നിങ്ങൾക്ക് പോർട്രേറ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റെൻസിലാക്കി എടുത്തിട്ട് പ്രിൻ്റ് ചെയ്തിട്ടൊക്കെ വരക്കാവുന്നതാണ്. അപ്പോൾ കൂടെ തന്നെ നിങ്ങൾ കുറച്ചെങ്കിലും വരക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ പ്രിൻറ്റിങ് ഓപ്ഷനിലേക്ക് പോകരുതെന്നും കൂടി ഞാൻ പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഡ്രോയിങ് സ്കിൽ ഒട്ടും ഇമ്പ്രൂവ് ആവില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യേണ്ട ഭാഗത്തൊക്കെ ചെയ്തെടുക്കുമ്പോഴേക്കും എനിക്ക് അവരുടെ ആക്ച്വൽ ഫിഗർ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇനി ഡ്രസ്സിൻ്റെ ഭാഗം കൂടി ഒന്ന് ഫില്ല് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആകും. അപ്പോൾ ഞാനിതാ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗത്തൊന്ന് ത്രെഡ് ചുറ്റി കൊടുക്കാം. ഞാൻ ത്രെഡ് ചുറ്റി എടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ച ഭാഗം കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് കൊടുക്കുന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. കുറച്ച് മുന്നേ മിക്സ് ചെയ്ത്, അതായത് പിങ്കും വൈറ്റും കൂടി ഒരു ബോട്ടിലിൽ മിക്സ് ചെയ്ത് വെച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ട്രയൽ എന്ന രീതിയിൽ ഞാൻ ബാക്ക് സൈഡിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ ഞാനിത് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്യണേ. അപ്പോൾ ഞാനിത് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷൻ എനിക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതുപോലെ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തും ഞാൻ പെയിൻറ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡ് ചുറ്റിയ ഭാഗത്ത് ബ്ലാക്ക് കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ത്രെഡ് ചുറ്റിയ ഭാഗത്തും ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗത്തും ഞാൻ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത പെയിൻറ്റൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബോട്ടിലിൽ വാർണിഷ് അപ്ലൈ ചെയ്യാം. ബോട്ടിൽ ആർട്ടിന് ഏതൊക്കെ വാർണിഷ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ വൈറ്റ് സർഫേസിന് ഏത് വാർണിഷാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തും എല്ലാ ഭാഗത്തും ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകും. അങ്ങനെ നമ്മൾ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബോട്ടിൽ ആർട്ട് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു അദ്ദേഹം എൻ്റെ ബോട്ടിൽ ആർട്ട് സ്വീകരിച്ചിട്ടുണ്ടായത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷത്തിലായിരുന്നു ഞാൻ. ദ ബെസ്റ്റ് മൊമെന്റ് എന്നൊക്കെ പറയും. നമ്മളൊരു വർക്ക് ചെയ്ത ഒരാൾക്ക് കൊടുത്താൽ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സ്മൈൽ, അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അപ്രിസിയേഷൻ. ഇദ്ദേഹത്തെ പോലുള്ള സെലിബ്രിറ്റിയുടെ കൂടെ നിൽക്കാൻ സാധിച്ചത് തന്നെ ഞാൻ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ചൊവ്വ ബാങ്ക് എംപ്ലോയീസ് കൾച്ചറൽ സെൻറ്ററിൻ്റെ എല്ലാ ആൾക്കാരുടെ അടുത്തും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.